ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിച്ച് കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് നല്ല ചിത്രം വരയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ബെസ്റ്റ് ചിത്രം വരച്ചെന്ന് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്ന ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. യെസ്. നോർമലി നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സബ്ജക്റ്റാണ് ഒന്നാമത്തെ കാര്യം. നോർമലി ഇങ്ങനെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് നമ്മളൊരു ചിത്രം വരയ്ക്കണമെന്ന് വിചാരിക്കുമ്പോൾ ചൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരാത്ത ഒരു സബ്ജക്റ്റാണ്. ആദ്യം ഈ സബ്ജക്റ്റ് എടുത്തതിന് നല്ലൊരു കൈഡി, പിന്നെ അത് ബ്യൂട്ടിഫുൾ ആക്കി കംപ്ലീറ്റ് ആക്കിയതിന് നല്ലൊരു കൈഡി. പിന്നെ ഇത് നോക്കിയേ, കഴിഞ്ഞ മാസ്റ്റർ പീസ്. ഗുഡ്. ഇനി എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോ. എൻ്റെ പേര് സൂരജ്, ആലുവാണ്. ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു വേദി എനിക്ക് തന്ന സച്ചിൻ സാറിനോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഗ്രൂപ്പ് ലീഡറായിട്ടുള്ള ദിദ്യ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നമുക്കറിയാലോ പല പല ഡൗട്ടും കാര്യം എനിക്ക് ഈ പിക്ചർ സെലക്ട് ചെയ്തപ്പോൾ സമയത്ത് വരെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാറ് പറഞ്ഞ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസിൽ ഞാനൊരു പിക്ചർ കണ്ട് പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തായിരുന്നു. ദിദ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്ത്, ദിദ്യ ചേച്ചി സാറിന് അയച്ചു കൊടുത്ത് ഓക്കെ കൺഫേം ആയിട്ട്. പിന്നെ ഇതെങ്ങനെ വരയ്ക്കുമെന്നാണ്, കാരണം ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിലൊരു ഡാർക്ക് റൂം പോലെയാണ് അതിന് നിലവിലുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കുട്ടികളുടെയൊക്കെ. അപ്പോൾ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ചെയ്തേർന്ന് പിന്നെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് നല്ലൊരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. പിന്നെ എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞോട്ടെ. ഒരു ടൈമിനെ കുറിച്ചാണ്. കാരണം നമ്മളെല്ലാ വ്യക്തികൾക്കും 24 hours ആണുള്ളത്, ശരിയല്ലേ? അതിൽ പകുതി ടൈം നമ്മൾ ഉറക്കത്തിനും പകുതി ടൈം വർക്കിനും 8+8, ബാക്കിയുള്ളൊരു 8 hour നമ്മൾ പല കാര്യങ്ങളും അറിയാതെ നമ്മൾ ചെയ്ത് തീർക്കുന്ന സമയമാണ് 8 hour. ആ ഒരു 8 hour കണ്ടെത്തി എനിക്ക് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മാർത്ഥ വിശ്വാസം എനിക്കുണ്ട്. നല്ലൊരു കൈഡി. താങ്ക് യു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.